അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുള്ള ഒരു കേക്കാണിത്. അപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റും. ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചീസ് ഉണ്ടാക്കുന്ന ട്രേ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ട് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചീസിനെ കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പഞ്ചസാര അലിയുന്ന വരെ അടിച്ചെടുക്കുക. നിങ്ങൾ കൂടുതൽ ചീസ് കൊണ്ടാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റുള്ള ചേരുവകളും അതുപോലെ തന്നെ കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കണം. പഞ്ചസാര നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാൻ ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുത്ത് അതും നല്ലപോലെ അടിച്ചെടുക്കുക. മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്രഷ് ക്രീം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അരിപ്പിലിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും 1/2 ടീസ്പൂണ് വനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. കൺവെക്ഷൻ ഓവനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കൺവെക്ഷൻ ഓവൻ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവൻ്റെ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടിയോ കുറയോ ചെയ്യാം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കേക്കിലേക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.